നമസ്തേ വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഓപ്ഷൻ സ്ട്രാറ്റജിയാണ്. വിൻറ്റേഡ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ഓപ്ഷൻ ചെയ്യുന്ന വിധമാണ്. അപ്പോൾ ഇതൊരു പ്രഡിക്ഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, ടെക്നിക്കൽ അനലൈസ് ആണ്. അപ്പോൾ നമുക്ക് 100% അല്ല, ഒരു 80 to 90% കൺഫേം നമുക്ക് ആക്രോസ് വരും. കാരണം വെച്ചാൽ നമ്മൾ ഇതിൻ്റെ പ്രീമിയത്തിൻ്റെ ചാർട്ട് കൂടെ ഫോക്കസ് ചെയ്ത് കമ്പയർ ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ലോസ് നമുക്ക് ഒഴിവാക്കി കിട്ടും. 100% ആയിട്ട് നമുക്ക് ലോസ് ഒഴിവാക്കി കിട്ടും. മാക്സിമം നമുക്ക് ലോസ് ഒഴിവാക്കാനാണ് ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ കാണിക്കുന്ന ലൈവ് മാർക്കറ്റിലാണ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്താൽ ലൈവ് മാർക്കറ്റ് കാണാനോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഓഫീസ് ഡയറക്ടർ ചേർത്തല KSRTC സ്റ്റാൻഡ് അടുത്താണ് ഓഫീസ് വരുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി, നമ്മളിപ്പോൾ നിഫ്റ്റി ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഏത് ആണെങ്കിലും എപ്പോഴും നമ്മൾ പറയുന്നത് അതിൻ്റെ അണ്ടർലൈൻ അസറ്റിനെ ബേസ് ചെയ്ത് അതിൻ്റെ ഓപ്ഷൻസ് പോകുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് സിഗ്നൽ അതിനെ ബേസ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഓപ്ഷൻ എടുത്ത് വെച്ചാൽ മതി. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ രാവിലെ നമുക്കൊരു റെഡ് ഡൗൺ ആരോ വന്നിട്ടുണ്ട്, അത് സെല്ലിയാണ്. ഗ്രീൻ കളറിൽ അപ്പാരോ ബൈ ചെയ്യാൻ ഇൻഡിക്കേഷൻ. അപ്പോൾ സിഗ്നലൊക്കെ സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നോളൂ. സിഗ്നൽ വരുമ്പോൾ അലർട്ട് മെസ്സേജും വരും. ഏറ്റവും മേളിൽ നോക്കിയാൽ ബാങ്ക് നിഫ്റ്റി സെല്ലായിട്ട് 52,461. ഇത് ഇവിടെ ഈ ഒരു എഴുതി കാണിച്ചു തരുമ്പോൾ, ഈ ഒരു മെസ്സേജ് ഇവിടെ എഴുതി കാണിച്ചു തരുമ്പോൾ സിമ്പിളായിട്ട് നമ്മൾ നോക്കി വെച്ചാൽ മതി. ബാങ്ക് നിഫ്റ്റി സെല്ലെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഓപ്ഷൻ ബയർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ്, പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷനാണ് തന്നിരിക്കുന്നത്. അതുപോലെ സോഫ്റ്റ് ഒരു റേറ്റ് അവിടെ എഴുതി കാണിച്ചു തന്നിട്ടുണ്ട്. ആ റേറ്റിൽ നിന്നാണ് നിങ്ങൾ അതിൻ്റെ സ്ട്രൈക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കിയിട്ട് സ്ട്രൈക്ക് സെലക്ഷൻ സിമ്പിളായിട്ട് അവിടെ ചെയ്യാം. 461 നിൽക്കുന്ന മാർക്കറ്റിൽ നിങ്ങൾക്ക് 500 അറ്റ് ദ മണി എടുക്കാം. ഔട്ട് ഓഫ് ദ മണി ആണെങ്കിൽ എൻ്റെ താഴെ 300, 200 എടുക്കാം. ഇൻ ദ മണി ആണെങ്കിൽ നിങ്ങൾക്ക് നേരെ 600-700 ലെവലിൽ ഇന്തമണി എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് സെല്ല് വരുമ്പോൾ അലർട്ട് മെസ്സേജും ഏറ്റവും മേളിൽ എഴുതി കാണിക്കുക. ആ ലെവലിൽ നിന്ന് നമ്മൾ ആ സെല്ലെന്ന് പറയുമ്പോൾ പുട്ട് സൈഡ് മാത്രം നോക്കുക. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബയറാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സെല്ല് ബാങ്ക് നിഫ്റ്റി സെല്ല് വരുമ്പോൾ നമ്മൾ പുട്ട് ഓപ്ഷൻ ചെല്ലുമ്പോൾ അവിടെ എന്ത് കാണിക്കണം, ബൈ സിഗ്നലേ കാണിക്കാവൂ. അതുപോലെ ബാങ്ക് നിഫ്റ്റി ബൈലോട്ട് വരുമ്പോൾ നമ്മൾ കോൾ സൈഡ് അല്ല പോകേണ്ടത്. അപ്പോൾ അവിടെ എന്ത് കാണിക്കണം, അവിടെ ബൈയെ കാണിക്കാവുള്ളൂ. ചിലർക്ക് അതൊരു കൺഫ്യൂഷൻ വരും. ഇപ്പം ഞാൻ എടുക്കുന്നത് 52,400 ഇന്ന് 400, 500, 600 ഏത് സ്ട്രൈക്ക് ആണെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ സ്ട്രൈക്കിൻ്റെ ഇതുപോലെ സെപ്പറേറ്റ് ചാർട്ട് അവൈലബിൾ ആണ്. ഇപ്പോൾ ഓൾറെഡി ഞാൻ താഴെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് 52,500 ഒരു പുട്ട് ഓപ്ഷൻ്റെ ചാർട്ടാണ്. ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് ഓൾറെഡി ബൈ ഉണ്ട്. അപ്പോൾ ബൈ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് കൺഫേം ആണോ എന്ന് നോക്കുക. അതായത് നമ്മൾ എടുക്കുന്ന സ്ട്രൈക്കിനകത്ത് ബൈ ആരോ വന്ന ശേഷം അത് കൺഫേം എന്ന് പറയുന്ന ഈ ആരോ വന്നിരിക്കുന്ന ഈ ക്യാൻഡിലല്ലേ. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്യേണ്ട സെക്കൻഡ് ക്യാൻഡിലാണ്. കാരണം നമ്മുടെ എൻട്രി പോയിന്റ് ഇതിക്ക് മുമ്പ് ഏതെങ്കിലും വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം, സെക്കൻഡ് ക്യാൻഡിലാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. കാരണം നമ്മൾ എൻട്രി പോയിന്റ് കാണിച്ചു തന്നിട്ടുണ്ട്. 52,500 എൻട്രി പോയിന്റ് 291.15 അല്ലേ, അത് സെക്കൻഡ് ക്യാൻഡിൽ ഓപ്പണിംഗ് പ്രൈസ് ആണ്. അപ്പോൾ സെക്കൻഡ് ക്യാൻഡിൽ താഴെ നമ്മൾ എൻട്രി എടുക്കാം. താഴത്തെ ബാർ നോക്കി ഓരോ ക്യാൻഡിലാണ് ഓരോ ബാർ ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സിഗ്നൽ വരുമ്പോൾ താഴെ തൊട്ട ബാറേ കാണുള്ളൂ. ആ ബാർ ഗ്രീൻ ആക്കണം. അതുപോലെ പ്രൈസ് ഇവിടെ ബൈ സോൺ ആണെന്ന് നോക്കണം. അതായത് നമ്മൾ ഏത് സ്ട്രൈക്ക് എടുത്താലും ഈ ഒരു കണ്ടീഷൻ അവിടെ മാച്ച് ആണെങ്കിൽ മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കുക. ബൈ സിഗ്നലും ഈ രണ്ട് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ട്രേഡ് എടുക്കാം. സോഫ്റ്റ്വെയർ തന്നിരിക്കുന്നത് 291.15. ഇപ്പോൾ ഈ 291.15 തന്നെ കിട്ടണമെന്നില്ല. അപ്പോൾ ഫാസ്റ്റ് മൂവ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് ചെറിയൊരു വ്യത്യാസത്തിൽ വരും. ചിലപ്പോൾ മേളിലോ അതിൻ്റെ താഴത്തെ പ്രൈസ് വരും. നോ പ്രോബ്ലം, നിങ്ങൾ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ മാർക്കറ്റ് റേറ്റിൽ എൻട്രി എടുക്കാം. ഇപ്പോൾ ഞാൻ 291.15 എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ഉണ്ട്, അതിൻ്റെ എക്സിറ്റ് കാണിച്ചിരുന്നുണ്ട് 320, ഏറ്റവും താഴെ നോക്കും 320, 343, 366 3 ടാർഗറ്റ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സിഗ്നൽ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഓൾറെഡി നല്ല രീതിയിൽ 100 പോയിന്റ് മേലിൽ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എല്ലാം ഇവിടെ അച്ചീവ് ചെയ്ത്, അപ്പോൾ ഇവിടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ ആ ഒരു പൊസിഷൻ ക്ലോസ് ചെയ്ത് എഗെയിൻ നമുക്കൊരു ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ തിരിച്ച് ബാങ്ക് നിഫ്റ്റിലോട്ട് വരിക. ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ ഇവിടുന്ന് റിവേഴ്സ് അടിച്ച് പോയി. ഇനി നമുക്ക് എൻട്രി എടുക്കണമെങ്കിൽ ബാങ്ക് നിഫ്റ്റി സെൽ സൈഡിലല്ല മാർക്കറ്റ് ഇറങ്ങി അതിൻ്റെ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ പുട്ട് ഓപ്ഷൻ എടുക്കാവുള്ളൂ. സപ്പോർട്ട് ബ്ലൂ സ്റ്റാർ ആണ്. സപ്പോർട്ട് എടുക്കുന്ന ലെവൽ വെച്ച് നേരെ നമുക്ക് ഇതിൻ്റെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നേരെ നമ്മൾ ആ 52,500 തന്നെ നോക്കുകയാണെങ്കിൽ നോക്കിയാൽ ഇറങ്ങിയിട്ട് പിന്നെ കണ്ട ബാങ്ക് നിഫ്റ്റി തന്നെ സപ്പോർട്ട് എടുത്തപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഇതിൻ്റെ റെസിസ്റ്റൻ്റ് എടുത്ത് കയറാൻ തുടങ്ങി. അപ്പോൾ മാർക്കറ്റ് ലെവൽ ഇവിടെ ഏത് റേറ്റാണ് നിൽക്കുന്നത്, 324 ആണെങ്കിൽ 324 ബൈ ചെയ്ത് അവിടെ നമ്മൾ ഓൺ ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്യണം കണ്ടത്. കാരണം ഓൾറെഡി മോർണിംഗിൽ അതിൻ്റെ ടാർഗറ്റ് നമുക്ക് ഈ ഒരു ബൈ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഈ ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്ത് പിന്നെ നമ്മൾ മാർക്കറ്റ് റേറ്റിൽ എൻട്രി ചെയ്യുമ്പോൾ അതനുസരിച്ച് ഒരു 15-20 പോയിന്റ്സ് ഒക്കെ എടുത്തിട്ട് എക്സിറ്റ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്ന ഒരു സ്ട്രാറ്റജിയാണ്. പറഞ്ഞോളെ ഇത് പ്രഡിക്ഷനോ കാര്യങ്ങളൊന്നുമല്ല, ടെക്നിക്കൽ അനലൈസ് ആണ്. കറക്റ്റ് ഫോളോ ചെയ്താൽ മന്തിൽ റിട്ടേൺ നമുക്ക് ഗ്യാരണ്ടി കിട്ടിയിരിക്കും. അപ്പം കൂടുതൽ അറിയാനോ പഠിക്കാനോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം.